ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ അഞ്ജലി. ഇന്നത്തെ വീഡിയോയില് നമുക്കൊരു പൊതിച്ചോറ് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് എന്റെ വീട്ടില് കുറച്ച് കാര്യങ്ങളൊക്കെ എന്റെ മദറിലുമാണ് ഉണ്ടാക്കിയത്. ഞാൻ നമുക്ക് സൈഡ് പണിയൊക്കെ ചെയ്തിട്ടുള്ളൂ. എന്നിരുന്നാലും നമുക്ക് ഉച്ചയ്ക്കുള്ള പൊതിച്ചോറിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് പാക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ പൊതിച്ചോറിന് ആദ്യം തന്നെ നമ്മൾ ചോറാണ് വെക്കാം. അപ്പൊ ഞാൻ ചോറ് ഇടുന്നുണ്ട്. കുറച്ച് പേർക്കുള്ള ഇത് വേദ എന്ന് പറയുന്ന എന്റെ സിസ്റ്ററിലുള്ള മോളാണ്. അവൾക്ക് വേണ്ടിയുള്ള ചോറാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോ ചോറ് പാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഇത്തിരി ഉപ്പേരി, പിന്നെ ഒരു ഓംലെറ്റിന്റെ കഷ്ണം, പിന്നെ കുറച്ച് ചമ്മന്തി, ഒരു മീൻ വറുത്തത്, അച്ചാർ. ഇനി നമുക്കിത് പൊതിഞ്ഞ് വെക്കാം. ഇനി 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഈ പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത വികാരമാണല്ലേ. ഒരു വല്ലാത്ത സ്മെല്ലും, ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും. ഇപ്പൊ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-1:30 ആകുമ്പോഴത്തേക്കും ഇതിന്റെ ഒരു മണം ഒക്കെ വന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴിക്കാം. അപ്പൊ ഇനി കഴിക്കുമ്പോ നമുക്ക് കാണാം. ഉച്ചയായ സമയത്ത് ഞാൻ എൻ്റെ മോന് അവൻ്റെ പൊതിച്ചോറ് തുറന്നു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവനത് തുറക്കുകയാണ്. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. പ്രത്യേകിച്ച് അവൻ ഒറ്റയ്ക്ക് കഴിക്കാറായിട്ടില്ല. അപ്പം ഞാൻ വാരി കൊടുക്കുകയാണ് പതിവ്. അപ്പോൾ അവൻ പറഞ്ഞു അമ്മ എനിക്ക് വിശക്കുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം തന്നെ തുറന്നു. ഇനി ഞാൻ അവന് വാരി കൊടുക്കുകയാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ കൈകൊണ്ട് അവന് വായിൽ വെച്ച് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അത് പൊതിച്ചോറാകുമ്പം അത് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അമ്മമാരുടെ കൈ കൊണ്ട് കൊടുക്കുമ്പം പ്രത്യേക ടേസ്റ്റ് കുറച്ചും കൂടി കൂടുതലാണ്. ഞാൻ സ്വയം പൊക്കുവാണെന്ന് കരുതണ്ട. അപ്പോൾ ഇതാണ് ഇന്നത്തെ പൊതിച്ചോറിൻ്റെ വിശേഷം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ.